നരബലി, ഹ്യൂമൻ സാക്രിഫൈസ്. അബ്രഹാമിന് ദൈവത്തോടുള്ള പരമവിശ്വസ്തതയെ പരീക്ഷിക്കുവാനായി തൻ്റെ ഏകജാതനായ പുത്രനെ ബലിയർപ്പിക്കുവാൻ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യകാലത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നരബലി നടന്നിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ അതിന് തെളിവുകളൊന്നുമില്ല. ആദ്യജാതനെ ബലി കഴിച്ച് ഉദ്ദേശിച്ച ഫലം ഉളവാക്കാമെന്ന വിശ്വാസം കനാനിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. കഷ്ടതയുടെയും പോംവഴിയില്ലായ്മയുടെയും സമയത്ത് തങ്ങളുടെ ഏറ്റവും നല്ലതും പ്രിയപ്പെട്ടതുമായതിനെ മനുഷ്യർ ദൈവത്തിന് അർപ്പിക്കും. എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മീഖ 6:7. ആഹാസ് രാജാവ് സ്വന്തം പുത്രനെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് അവൻ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫേത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതുമല്ല. യെരമ്യാ പ്രവചനം 7:31. പട അതികഠിനമെന്ന് കണ്ടപ്പോൾ മോവാബ് രാജാവ് തൻ്റെ ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. 2 രാജാക്കന്മാർ 3:26-27. ഇസ്രായേല്യർ നരബലി നടത്തിയിരുന്നു എന്നോ യഹോവ അതിനെ അനുവദിച്ചിരുന്നു എന്നോ ബൈബിൾ പറയുന്നില്ല. നിനക്ക് ചുറ്റുമുള്ള മറ്റു ജനങ്ങൾ അനുസരിക്കുന്നത് പോലെ നിന്റെ ദൈവത്തെ അനുസരിക്കുവാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം യഹോവ അബ്രഹാമിനോട് ചോദിച്ചു. തൻ്റെ വിശ്വാസം അനുസരണത്തിലൂടെ പ്രകടമാക്കിയപ്പോൾ തൻ്റെ ദൈവത്തിൻ്റെ പ്രകൃതി വ്യത്യസ്തമാണെന്ന് അബ്രഹാം മനസ്സിലാക്കി.